Good afternoon all. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റും വിമൻ സ്റ്റഡി യൂണിറ്റും സംയുക്തമായി അമ്പലപ്പുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകളും നിയമപരിരക്ഷയും എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെങ്കിലും സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം, സുരക്ഷ, പരിരക്ഷ ഒക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ശാരീരികവും ലൈംഗികവും സാമൂഹികവും സാമ്പത്തികവും ഗാർഹികവുമായ അതിക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണെന്നും അതിനെ പ്രതിരോധിക്കാൻ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ട് എന്നും പലർക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ നിയമത്തിന്റെ നൂലാമാലകളിൽ ചെന്ന് പെടേണ്ടി വരും എന്ന ആശങ്കയുള്ളവരുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകളും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥിനികളിൽ ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുകയും അതുവഴി സമൂഹത്തിലേക്ക് ഈ അറിവുകൾ എത്തിക്കുകയും എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് ഇതിന്റെ 16 വർഷത്തോളമായി ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിലും ഹൈക്കോർട്ടിലും സിവിൽ വിഷയങ്ങളും മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അപർണ സി മേനോനാണ് നമ്മളോടൊപ്പമുള്ളത്. മാഡം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസിന്റെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ലോക്കൽ കമ്മിറ്റി സിറ്റിംഗ് മെമ്പർ കൂടിയാണ്. മാഡത്തിനെ ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് കോളേജിന്റെ പേരില് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ബാക്കിയുള്ള മെമ്പേഴ്സിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് ഗേൾസ് കോളേജ് അല്ലേ, and I am extremely proud to be a part of today's meeting because ഞാൻ ബേസിക്കലി എന്നെ വിശേഷിപ്പിക്കാതെ ഞാൻ എക്സ് ജോസഫൈറ്റ് ആണ്. പക്ഷെ ആലപ്പുഴയെന്നല്ല, ഞാൻ ഐ ബിലോങ് ടു കാലിക്കറ്റ്. അതുകൊണ്ട് ഞാനൊരു ജോസഫൈറ്റ് ആണ്. സെയിന്റ് ജോസഫ്സ് എന്നുള്ളൊരു ഒരു ഫീൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയ ഫീലാണ്. സോ ഗേൾസ് ഓൺലി കോളേജ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗേൾസ് ഓൺലി കോളേജ് ഭയങ്കര ഡള്ളാണ്, ബോറിംഗ് ആണ്, ഞങ്ങളുടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ കോഎഡ് കോളേജസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോറിംഗ് ആണോ? ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും ദ ബഞ്ച് ഓഫ് ഗേൾസ് ബഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ മാറ്റർ ഓഫ് ഫ്രീഡം. നമ്മൾ ക്വീൻസ് ആണ് ഇൻ ഗേൾസ് ഓൺലി കോളേജ്. അതിന്റെ ഒരു പ്രിവിലേജ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻ ഫ്യൂച്ചർ ഓൾസോ നിങ്ങൾ പല കരിയർ ഓപ്ഷൻസിലേക്ക് വരുമ്പം യു വിൽ റിയലൈസ് that a lot of events being organized by girls who have come from a girls only college atmosphere. ഞാൻ സെയിന്റ് ട്രീസസ് കോളേജ് എറണാകുളം പഠിച്ച ഒരാളാണ്. സോ ഐ നോ എൻ്റെ പ്രീ ഡിഗ്രി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല, പ്രീ ഡിഗ്രി ഈ +1 +2 അല്ലാതെ സൂൺ ആഫ്റ്റർ 10th ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിച്ചു. ദെൻ ഐ വെന്റ് ടു സെയിന്റ് ട്രീസസ് കോളേജ് ഫോർ മൈ പ്രീ ഡിഗ്രി ആൻഡ് സോ ഇറ്റ് വാസ് എ ലവ്ലി ബഞ്ച്. അന്ന് നമ്മൾ വിചാരിച്ചു അയ്യോ ഗേൾസ് ഓൺലി കോളേജ് ഒക്കെ എന്നും ഒരേപോലെയാണ്. നോ, എല്ലാ ലീഡർഷിപ്പ് ക്വാളിറ്റീസും എന്തും ഓർഗനൈസിംഗ് കപ്പാസിറ്റീസ് ഓൾ ബീങ് കമ്മിങ് ഫ്രം ഗേൾസ് ഓർ ലേഡീസ് ഹു ഹാവ് അണ്ടർഗോൺ എഡ്യൂക്കേഷൻ ഇൻ എ ഗേൾസ് ഓൺലി സിസ്റ്റം. സോ നമ്മളവിടെ രാജാക്കന്മാരാണല്ലേ, രാജ്ഞികളാണ് അല്ലേ? തോന്നിയിട്ടുണ്ടോ? യെസ് അല്ലേ? ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പം ഗേൾസ് കോളേജിലെ കുട്ടികൾ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ ഒരിക്കലും ഒരു കോഎഡ് കോളേജിൽ നടക്കില്ല. ബിക്കോസ് വി എൻജോയ് എ ലോട്ട് ഓഫ് ഫ്രീഡം എവറിത്തിങ്. അതായത് നമ്മുടെ ആ ഒരു ഐഡിയ, ഒരു തോട്ട് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഫോം ചെയ്യുന്നു, ദ വേ ഇറ്റ് ഇസ് ബീങ് എക്സിക്യൂട്ടഡ്, ദ വേ യു ഇംപ്ലിമെന്റ് ഇറ്റ്, ദ വേ പ്രോഗ്രാം ഇസ് ബീങ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ നാഷണൽ ഏതാണ് എക്സിബിഷൻ, സയൻസ്, മാത്സ് എക്സിബിഷൻസ്, എവറിത്തിങ്. നമ്മൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജിൽ യു ഓൾ ഹാവ് എൻ എക്സ്ട്രാ ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഫോർ മോസ്റ്റ് ഇൻ എ കോഎഡ് സിസ്റ്റം. ഞാൻ ഫ്രം മൈ പ്രീ ഡിഗ്രി ഡേയ്സ് ഐ വെന്റ് ഡയറക്ട്ലി ടു എ കോഎഡ് ലോ കോളേജ് ആൻഡ് സത്യം ആദ്യത്തെ ഒരു മാസം എനിക്ക് കരച്ചിലായിരുന്നു. ബിക്കോസ് ഒരു ആർട്സ് ക്ലബ് ഫംഗ്ഷൻ ഒക്കെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ട് ഗേൾസ് സെയിന്റ് ട്രീസസ് കോളേജിലൊക്കെ നടത്തിയിട്ട് ഐ എം ഗോയിങ് ടു എ ലോ കോളേജ് വെയർ ആർട്സ് ക്ലബ് ഡേ, ആർട്സ് ഡേയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് സിറ്റിസൺ പോലെയാണ്. ബിക്കോസ് ഡിസിഷൻസ് ആർ ബീങ് ടേക്കൺ ബൈ ദ മെയിൽ കൗണ്ടർ പാർട്സ്. You will realize once you go to a professional course after your degree graduation, you will realize or further studies in a post graduation courses in a you will realize. So
belated happy Women's Day and be proud to be a woman. Okay. This session is being organized on the actually this was Women's Day അന്ന് നടത്താൻ വിചാരിച്ചിരുന്നതാണ്. So Women's Day, a day for women, a day for women, women's power, women's empowerment. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. Yes, I got a message from Shruti. Yes, a happy Women's Day very much to you also, Shruti. അപ്പം വുമൻസ് ഡേ സംബന്ധിച്ചിട്ട് വി ഹാവ് വിമൻ ലോസ്, അതായത് സ്ത്രീകൾക്കും സ്ത്രീകളുടെ നിയമ പരിരക്ഷ, എന്തൊക്കെ നിയമങ്ങളാണ് സ്ത്രീകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ? ജോസഫൈറ്റ്സ്, യു ആൾ ഷുഡ് ബി അവെയർ ഓഫ് ദ ലോസ് അവൈലബിൾ ടു യു. ഓക്കെ, നിങ്ങൾ സ്ത്രീകളാണ്. ഐ നോ ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്ലയൻസ് ബിഫോർ ദി ഫാമിലി കോഡ്സ് ഹു ആർ എക്സ് ജോസഫൈറ്റ്സ്. സെയിന്റ് ജോസഫ്സ് കോളേജിൽ പഠിച്ചു വന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, എവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റി? ബിക്കോസ് അവർ അത്രയും ഒരു കോളേജ് ലൈഫിൽ ഏറ്റവും നന്നായി ജീവിച്ചു വളർന്നവര് എന്റെ മുന്നിൽ ഒരു ഡിവോഴ്സ് കേസുമായിട്ട് വന്നിരിക്കുമ്പോൾ ഐ നോ എ ഗേൾ ഐ സ്പോക്ക് ടു യെസ്റ്റർഡേ, ഇന്നലെ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ. ഷീസ് ഫ്രം സെയിന്റ് ജോസഫ്സ് കോളേജ്, ഷീസ് എൻ അലുമിനി ഓഫ് സെയിന്റ് ജോസഫ്സ് കോളേജ്. സോ അവര് ഡിവോഴ്സ്, കല്യാണം നല്ല സന്തോഷമായിട്ട് കല്യാണം കഴിച്ചു പോയ കുട്ടികളാണ്. നല്ല രീതിയിൽ കല്യാണം കഴിച്ചു, ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഷി വാസ് സംതിങ് സയൻസ് സ്ട്രീമിലായിരുന്നു. So I asked her, where did you go wrong? What happened? I know ഉത്തരമില്ല. This was not what she wanted. പക്ഷേ you girls, നമ്മളിപ്പോൾ ഞാൻ ഫെമിനിസം ഒന്നുമല്ല പറയുന്നത്. It's not feminism what I'm going to tell you. But ladies, being girls, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഉയർത്തണം, പറയേണ്ട സ്ഥലത്ത് പറയണം. അല്ലാതെ നമ്മളിങ്ങനെ ഒരു നെവർ എൻഡിങ് സ്ട്രഗിൾ ആണെങ്കിൽ അധികകാലം നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ വാട്ട് ആർ ദ ലോസ് അവൈലബിൾ നൗ? നിങ്ങളൊക്കെ ഒരു ഭയങ്കര നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർഡ് അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ ജീവിക്കുകയായിരിക്കും. പഠിത്തം, യുവർ ഗ്രാജുവേഷൻ, യുവർ ഡൂയിങ് യുവർ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ഉണ്ട്, വിമൻസ് യൂണിറ്റ്, ഇഫ് ഐ എം നോട്ട് റോങ്, വിമൻസ് യൂണിറ്റിലെ കുട്ടികളുണ്ട്. സോ നിങ്ങളിപ്പോ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ടൈം ഓഫ് യുവർ ഇയേഴ്സ്. നിങ്ങളിപ്പോ കല്യാണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് കരിയർ ഓറിയന്റഡ് ആവണം കുറെ. You need to be career oriented now, I would say. And from my personal experience for the past 15 to 16 years, what I'm seeing is പെൺകുട്ടികൾ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവണം. അല്ലെങ്കിൽ യു ആർ മാരീഡ് ആൻഡ് ടേക്കൺ ടു എ ഹൗസ്. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. യു ആർ ടേക്കൺ ടു യുവർ മാട്രിമോണിയൽ ഹോം. യു ആർ ഗോയിങ് ടു ലിവ് വിത്ത് എ ടോട്ടൽ സ്ട്രേഞ്ചർ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് മാരേജ് ആണെങ്കിലോ ആ ഒരു കാലയളവിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് നോട്ട് ദ ട്രൂ സെൽഫ്. Once you start living with the other person, you realize life is not what you have imagined and hoped. You have dreamt of you together. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ രാത്രികാലങ്ങളിൽ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ബട്ട് once the marriage എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുമ്പോൾ there are so many hindrances, so many obstacles that you have to face in your life. അത് ഉറപ്പായിട്ട് എല്ലാവരും, no person can escape from that situation. എല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഐ മാരീഡ് 15 years back. എന്തായാലും നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ബിക്കോസ് നൗ നിങ്ങൾ പഠിത്തം കഴിഞ്ഞു, ഓബ്വിയസ്ലി നിങ്ങൾ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും സയൻസ് സ്ട്രീമിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻ ഉണ്ട്. മേക്ക് ഷുവർ, സി മാരേജ് ഇസ് നെവർ എന്താ പറയുക, രക്ഷപ്പെടാൻ, പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. സ്വന്തം ഫുട്ടിങ്, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവണമെന്ന് ഞാൻ ആദ്യം പറയുള്ളൂ. യു നീഡ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ. ദിസ് ഇസ് എ മാറ്റർ ഓഫ് ചോയ്സ്, വെദർ യു വാണ്ട് ടു റിയലി ഗോ ഫോർ എ റിലേഷൻ ഓർ യു വാണ്ട് ടു ഗോ. കല്യാണം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഞാനിപ്പം വിമൻ ലോസ് പറഞ്ഞ, ഞാനിപ്പോ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിവാഹം എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. സോ വിവാഹം, the marriage is an institution as we all know, and it is a change of atmosphere. Once after marriage you begin to live with new people, new family, ഒരു പാർട്ട് ഓഫ് ന്യൂ ഫാമിലി ആണ്. രാവിലെ അവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 11 മണിക്കായിരിക്കും ചിലപ്പോൾ എണീറ്റിട്ടുണ്ടാവുക, ബട്ട് യു cannot do that, അല്ലേ? 11 മണിക്ക് 10 മണിക്ക് രാവിലെ എണീറ്റ് വന്നാൽ നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും പറയാൻ പോകുന്നില്ല. കല്യാണം കഴിച്ചു വന്നാൽ പിന്നെ കുട്ടി 10 മണിക്ക് ശേഷമാണ് എണീക്കുന്നത് പറഞ്ഞാൽ അത് നാട്ടിൽ പാട്ടായിരിക്കും, അല്ലേ? അവള് 10 മണി കഴിഞ്ഞിട്ട് എണീക്കുന്നതേ പറയുള്ളൂ. സോ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലേ?
അപ്പൊ അങ്ങനെ വരുന്നു, നിങ്ങൾ വിവാഹം കഴിച്ച് യു ആർ മാരീഡ് ആൻഡ് ടേക്കൺ ടു എ ന്യൂ പ്ലേസ്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ വാട്ട് ആർ ദ ലോസ് അവൈലബിൾ ടു യു? നിയമം നേരെ കോടതി പോയി കേസ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് യു ഷുഡ് ബി അവെയർ ഓഫ് ഓൾ ദ ലോസ്. നിയമങ്ങളെ കുറിച്ച് യു ക്യാൻ നെവർ സേ ഐ എം അൺഅവെയർ. ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇഫ് യു ആർ 18 years of age, you are bound to know the laws of the country. Ignorance of law is never an excuse. നിങ്ങൾ ആദ്യം പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നതാണ്. Ignorance of law is never an excuse, because you need to be aware of all the laws, the rights available to you. See, we all know, നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ ഈ ലീഗൽ ക്ലിനിക്സ് ഒക്കെ നടത്തി കാണും അല്ലെ, ലൈക്ക് വാട്ട് യു സേ ഇൻ എ ക്ലാസ് അവയർനെസ്, ലീഗൽ അവയർനെസ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് നടത്തി കാണും, നിങ്ങൾ സ്കൂൾ ലെവലിലും ഒക്കെ നടത്തി കാണും. സോ ഇൻ ഓൾ ദോസ് കേസസ് you would have dealt with your fundamental rights guaranteed by the Constitution of India. Indian Bharanaghadana അനുശാസിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നോബഡി, ആരുമില്ല വീഡിയോയിൽ, ആരുമില്ല. So fundamental rights, so the right to live with dignity, Article 21, അങ്ങനെയാണ്, Article 21 of the Constitution, നമ്മുടെ ഭരണഘടനയാണ്, നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ട് ആണത്. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, അതായത് Article 21. നമ്മൾ ചുമ്മാ ജീവിച്ചാൽ പോരെ, അങ്ങനെ റോട്ടിൽ കിടന്ന് ജീവിച്ചാൽ പോരെ. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റിയാണ്. നമുക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ദിവസം തല്ലും പിടിയും അല്ലെങ്കിൽ ദിവസം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്ന് ഒരു നിയമവും ആരും പറയുന്നില്ല. പിന്നെ അവിടെ സഹിച്ച് ജീവിക്കും അല്ലെ. lot of girls I know have suffered immensely, suffered a lot. Why did they suffer? അവരുടെ മാട്രിമോണിട്ട് അച്ഛനും അമ്മയൊക്കെ കടം വാങ്ങിച്ചും പല ലോൺ കൊടുത്തിട്ടൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇതുവരെ കടം വീട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തല്ലുകൊള്ളാൻ അർഹതപ്പെട്ടവളാണ് എന്നുള്ള ചിന്തയിലാണ് എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ചു പോകുന്നത്. ആ സിറ്റുവേഷനിലാണ് നമ്മൾ കേരളം എന്നല്ല ഇന്ത്യ ഒട്ടാകും. ഞാനിപ്പോൾ കേരളത്തിലെ കാര്യം കുറിച്ച് പറയാണ്. ഞാനിപ്പോൾ ആലപ്പുഴ, എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ഫാമിലി കോർട്ട് മാറ്റേഴ്സ് ആണ് ഞാൻ കൂടുതൽ ഡീൽ ചെയ്തത്. അങ്ങനെ ആയിപ്പോയി. ഈ സത്യം വിഷമമുണ്ട്, ഭയങ്കര വിഷമം. കാരണം 10ഉം 50ഉം 100ഉം പവൻ, അതായത് 50ഉം 75, അതായത് 50 പവൻ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോഴാണ് പയ്യന്റെ വീട്ടുകാർ വന്നിട്ട് പറയാ 75 പവൻ വേണമെന്ന്. അപ്പൊ 25 പവന്റെയും കൂടെ ബേർഡൻ അവർ വീണ്ടും താങ്ങുക. അപ്പൊ അടുത്ത കടം, ലോണ്, അത് ഇത്, ആ ലോൺ അടയ്ക്കുന്നതിന്റെ മുന്നേ ആ സ്വർണം മുഴുവൻ ഭർത്താവിന്റെ വീട്ടുകാരെടുക്കുന്നു. എൻറ്റയർ ഗോൾഡ് ഓർണമെന്റ്സ് ആർ ടേക്കൺ അവേ ബൈ ദം. സ്വർണ്ണമില്ല, കൊണ്ടുവന്ന പൈസയില്ല. വീട്ടിൽ നിന്ന് കല്യാണത്തിന് 2 ദിവസം മുന്നേ, അത് കല്യാണം നടത്താനുള്ള ചെലവൊന്നും പയ്യനെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കും. സ്ത്രീധനം ഇല്ല, സ്ത്രീധനമൊക്കെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഡൗറി അല്ല, ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് എപ്പോഴും നമുക്കിപ്പം ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അവളുടെ സെക്യൂരിറ്റി, അവളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്റെ മകള് അവരുടെ വീട്ടിൽ പോയിട്ട് തലകുനിക്കരുത് എന്നും പറഞ്ഞിട്ട് ഇറ്റ്സ് എ ഗിഫ്റ്റ്. 2 ലക്ഷം 3 ലക്ഷം. പക്ഷെ ആ 3 ലക്ഷം 2 ലക്ഷം ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണ് അല്ലെ. അത് ചെല്ലുന്നു, അതുമായി കുട്ടി സർവാഭരണ വിഭൂഷിതയായിട്ട് ചെല്ലുന്നു, ഫുള്ളി കവേർഡ് ഇൻ ഗോൾഡ്. ഷി ഗോസ് ദേർ. 2ാമത്തെ ദിവസം പറയാണ്, ഞങ്ങളുടെ വീടിന്റെ പണിയായിട്ട് കുറെ ലോണൊക്കെ ഉണ്ടായിരുന്നു, സോ ഇറ്റ് ഇസ് ബീങ് ടേക്കൺ അവേ. ഈ കുട്ടി എന്താ വിചാരിക്കുന്നത്? ഈ പെൺകുട്ടി എന്താ വിചാരിക്കുന്നത്? എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ ചോദിച്ചല്ലേ, ഭർത്താവിന്റെ അച്ഛനല്ലേ, അല്ലെ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ, ഭർത്താവല്ലേ ചോദിച്ചത്, ഞാൻ കൊടുക്കാം, എന്റെ മാട്രിമോണിയൽ കടമയല്ലേ. അങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തി വന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ അമ്മമാരെന്താ പറയുന്നത്? സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറയരുത്. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം എന്നല്ല, നമ്മൾ മനസ്സിലാക്കി ബുദ്ധിപൂർവം ജീവിക്കുക. തിങ്ക് വിജിലന്റ്ലി. യു ഗോ ദേർ. നിങ്ങളുടെ സ്വർണം പോയി, 1-2 വഴിക്കും 2-3 മക്കള്. ഒരു സ്ത്രീക്കൊരു അവകാശമില്ല. ഫാമിലി പ്ലാനിങ് മെത്തേഡ് സജസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. ഫാമിലി പ്ലാനിങ്, യു നോ, I always tell my clients, നിങ്ങൾ ക്ലയൻസ് അല്ല, ഞാനിപ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും അപ്പം കൊളീഗ്സിന്റെ കല്യാണമൊക്കെ വന്നതിനാ എന്റെ അഡ്വൈസ് എന്നല്ല, വാട്ട് ഐ ടെൽ ദം ദ ഫസ്റ്റ് തിങ് ഇസ്, കല്യാണം ക്ഷണിക്കാനോ ഞാൻ പറയും ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് എന്തായാലും അഡോപ്റ്റ് ചെയ്യണം. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു കുട്ടീനെ കുറിച്ച് ചിന്തിക്കാവൂ. ബിക്കോസ് ദ വെരി നെക്സ്റ്റ് മന്ത്, കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് ഷീ ഡസന്റ് ഗെറ്റ് ഹർ ഫസ്റ്റ് പീരിയഡ്സ്, ഷീ ഈസ് പ്രഗ്നന്റ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് her entire gold ornaments are gone.
ഷീസ് പ്രഗ്നന്റ്. പിന്നെ പ്രഗ്നൻസിന്റെ അതിലുള്ള വീട്ടില് അതുവരെ അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്ന അച്ഛനും അമ്മയ്ക്കും പിന്നെ ഈ പെൺകുട്ടി വെച്ച ചായ മാത്രമേ കുടിക്കുള്ളൂ, ഈ പെൺകുട്ടി വെച്ച ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അവർ കാലുമ കാലിന്നിട്ടിരിക്കും. So in such cases, in 2005, ഇപ്പൊ ഈ മാട്രിമോണൽ ഡിസ്പ്യൂട്ട്സിൽ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നം, ലോട്ട് ഓഫ് സൈലന്റ് സഫറേഴ്സ് ആർ ദേർ എമംഗ് us. ഐ എം ടെല്ലിങ് യു, നിങ്ങളിപ്പോ ഇത്രയും പെൺകുട്ടികളുണ്ട്, ലോട്ട് ഓഫ് ബഞ്ച് ഒക്കെ 20 years ഒക്കെ അടുപ്പിച്ച് വരുന്നവരാണ്. സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ, ബി കരിയർ മൈൻഡഡ്. Never, life is never a bed of roses. It is always a bed of thorns. മുള്ളാണ്, നല്ല മുള്ളു കൊള്ളും. നിങ്ങൾ ഇതുവരെ നല്ല മെത്തേ കൂടിയാണ് നടന്നത്, but now it is going to be thorns. So with these things, all these things clubbed together in the year 2005, the Government of India has enacted the Protection of Women from Domestic Violence Act. The Protection of Women from Domestic Violence Act of 2005. ഇപ്പൊ എല്ലാ സ്ത്രീകളുടെ ആകെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു നിയമമാണ്. ആ നിയമപ്രകാരം വാട്ട് ഈസ് എ ഡൊമസ്റ്റിക് വയലൻസ്? തല്ല് വേണമെന്നില്ല, അടി വേണമെന്നില്ല. ഈവൻ എ വെർബൽ അബ്യൂസ് ഇസ് എ ഡൊമസ്റ്റിക് വയലൻസ്. നമ്മൾ കുട്ടികള്, ദി പേരൻസ് അറ്റ് ഹോം, യു നോ ഹൗ വെൽ ദേ ആർ ബീങ് ബ്രോട്ട് അപ്പ്. പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്, നമ്മൾ അത് നോക്കണ്ട. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദ നൈസ് പാർട്ട്. How well you have been trained up. നിങ്ങൾ 2 കുട്ടികളായിരുന്നപ്പോൾ ജനിച്ചു, ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നു, നിങ്ങളെ മാക്സിമം കരുതലോടുകൂടി നിങ്ങളെ സ്കൂളിൽ വിടുന്നു, കോളേജിൽ വിടുന്നു, ട്യൂഷൻസിൽ വിടുന്നു. കുറച്ച് സമയം ലേറ്റ് ആയാൽ നിങ്ങളെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു അഡോളസൻസ് ഒക്കെ, ആ പ്രായമൊക്കെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾക്ക് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം, ആ പ്രായം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ നല്ല രീതിയിൽ കല്യാണം, അപ്പൊ നിങ്ങൾ ഒരു വെർബൽ അബ്യൂസ് പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കേട്ട് കാണില്ല. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി, യു വോണ്ട് ബിലീവ്, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് കം ബിഫോർ മീ, ഫ്രം മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ അത്രയും നല്ലതായിട്ട് പോയി കഴിഞ്ഞിട്ട് വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ്, ഇക്കണോമിക് അബ്യൂസ്, അതായത് ഇക്കോണമിക്കലി ആയിട്ട് എങ്ങനെ അബ്യൂസ് ചെയ്യാൻ പറ്റുക? ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയും സ്വർണ്ണം ഒക്കെ എടുത്തു മാറ്റുന്നത് ഇസ് പാർട്ട് ഓഫ് ഇക്കണോമിക്കൽ അബ്യൂസ് ആണ്. സോ ഇഫ് എ വുമൻ ഹാസ് ടു അണ്ടർഗോ ഫിസിക്കൽ, വെർബൽ, an emotional, sexual or an economical abuse is considered to be undergo domestic violence. ഈ അടിച്ചാൽ എനിക്ക് തോന്നുന്നു അത് അവിടെ തീരും തോന്നുന്നുണ്ട്. പക്ഷെ ഇമോഷണൽ ട്രോമ, ഗേൾ ഗോസ് ത്രൂ, even a sexual abuse നിങ്ങൾ വിശ്വസിക്കില്ല. I remember a girl who has come to me. She was നല്ല വീട്ടിൽ വളർന്നു വന്ന, നല്ല സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, the very first night she was literally raped by her husband. Very first night. Against her will. A lady need not be prepared for a sexual relation. കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി തന്നെ ഒരു വെർച്വൽ റേപ്പ്, ഐ മീൻ ലിറ്ററൽ റേപ്പ് എന്ന് പറഞ്ഞാൽ she was literally raped on that night. So all these constitute domestic violence and will come within the purview of the Domestic Violence Act. So an act which has been formulated in the year 2000, has been formulated and enacted in the year 2005 to protect women from such sexual assaults or from such physical, mental, verbal, sexual, economic assaults or abuses is the Protection of Women from Domestic Violence Act. Now, അത് എങ്ങനെ നമ്മൾ ചെയ്യും? നമുക്കൊരു ആക്ടും നിയമം എല്ലാം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പല നിയമങ്ങളും ഉണ്ട് അല്ലെ? പക്ഷെ അതെങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാം? ഇപ്പൊ നമ്മളൊരു ഡൊമസ്റ്റിക് വയലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടാണ് പറയാൻ പറ്റുക? സർവീസ് പ്രൊവൈഡേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിൽ ആൾക്കാരുണ്ട്. നമ്മൾ നെറ്റിൽ ഗൂഗിൾ അടിച്ചാൽ അറിയാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫീസർ ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ കിട്ടും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിന്റെ. അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ചെയ്യും എവിടെ വന്ന് പരാതി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോയറിനെ കാണാം. നിങ്ങൾക്കൊരു ലോയറിനെ കണ്ടാൽ ലോയറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോയർ മുഖാന്തരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, അതായത് ജില്ലകളിലെ ജുഡീഷ്യൽ ഫസ്റ്റ്, അതായത് താലൂക്കുകളിലെ
ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്സിനാണ് ഈ പ്രൊട്ടക്ഷൻ BV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പരാതികൾ സ്വീകരിക്കാനും അതിൽ നടപടികൾ കൈക്കൊള്ളുവാനുള്ള അവകാശം. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ഒരു ഗുണം, ഒരു വൺ ഓഫ് ദ മേജർ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ, വൺസ് കംപ്ലൈന്റ് ഇസ് ഫൈൽഡ്, പ്രൊട്ടക്ഷൻ ഓഫീസർ കംപ്ലൈന്റ് കേൾക്കുമ്പോൾ പരാതി പ്രൊട്ടക്ഷൻ ഓഫീസർ നേരിട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കും. അല്ലാതെ ലോയേഴ്സിന്റെ അടുത്താണ് വരുന്നതെങ്കിൽ ലോയേഴ്സ് പരാതി തയ്യാറാക്കിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരാതി തയ്യാറാക്കിയിട്ട് അത് കോടതിയിൽ പ്രസന്റ് ചെയ്യും. ദി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഇസ് ദാറ്റ് നമുക്ക് ഈവൻ വിത്തൗട്ട് ഇഷ്യൂയിങ് നോട്ടീസ് ടു ദി ഓപ്പോസിറ്റ് സൈഡിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഈവൻ വിത്തൗട്ട് ഇഷ്യൂയിങ് നോട്ടീസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, കോർട്ടിന് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ തരാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ ഇൻ ദ സെൻസ്, നോ മോർ വയലൻസ് ഓൺ ദിസ് വുമൺ, നോ മോർ വയലൻസ്. ഇനി ആ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് യു ക്യാൻ കണ്ടിന്യൂ ലിവിങ് ദ. ഇപ്പൊ നിങ്ങളുടെ ഈ പരാതി കൊടുത്തത് പോലും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരോ അറിയുന്നില്ല. സോ അവര് ഈവൻ വിത്തൗട്ട് him knowing, you will get a protection order. അതിന്റെ ഒരു ഗുണം വെച്ചാൽ, ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിങ്ങളെ ഒരു തെറി വാക്ക് ഉപയോഗിച്ചാൽ പോലും അവൻ അകത്ത് കിടക്കേണ്ട നിയമമാണ്. ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ആ ഓർഡർ വെച്ചിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി, എന്നെ ഇന്ന വാക്ക് വിളിച്ചു, അല്ലെങ്കിൽ എൻ്റെ പൈസ എടുത്തു, എക്കണോമിക് അബ്യൂസ്, എന്നെ തല്ലി, എന്നെ മെന്റൽ ടോർച്ചർ. കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവാതായിരിക്കുമ്പോൾ ഒരു കുട്ടികൾ പ്രസവിക്കാൻ, അത് സ്ത്രീയുടെ മാത്രം കുഴപ്പമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അത് ഈവൻ ഒരു സ്ത്രീ പ്രസവിക്കാത്തവളെ, അതിനുള്ള ഒരു കൊളോക്കലി ഒരു വേർഡ് ഉണ്ട്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. പ്രസവിക്കാൻ കഴിവില്ലാത്തവളെ എന്ന് വിളിക്കുന്ന ഒരു പദപ്രയോഗം പോലും ഇറ്റ്സ് എ കേസ് ഓഫ് എമോഷണൽ ആൻഡ് വെർബൽ അബ്യൂസ്. അങ്ങനെ വിളിച്ചാൽ പോലും മതി. റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ സ്ത്രീ കൊടുത്താൽ ആരാണോ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് അയാളെ പിടിച്ച് ജയിലിൽ ഇടാനുള്ള ഇതുണ്ട്. സോ ഇറ്റ് ഇസ് ഈക്വൽ ഫോർ ഓൾ. ആരുമില്ല, പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല. ഈവൻ ഇഫ് ദ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി അത് കമ്മിറ്റ് ചെയ്താൽ അവരെ പിടിച്ച് അകത്തിടണം നടന്നേ, അല്ലാതെ അതിലൊരു ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. Now, who can file a complaint? ചുമ്മാ വഴിക്കുന്ന ആൾക്കാർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും? No. For Protection of Women's Act, Domestic Violence Act, first of all, the applicant should be a lady. Lady ആവണം. And ലേഡിക്ക് ആർക്കെതിരെ പരാതി കൊടുക്കാം? That lady can file a complaint against the person with whom she is residing together. അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഷെയർഡ് ഹൗസ് ഹോൾഡ്. ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ മാരേജ് മാത്രമല്ല, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ഒരു ഷെയർഡ് ഹൗസ് ഹോൾഡില് ഒരു കൂരയ്ക്ക്, ഷെയർഡ് ഹൗസ് ഒരു കൂരയ്ക്ക് കീഴിൽ, ടു ബി എക്സാക്ട്, ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ, അല്ലെങ്കിൽ മറ്റ് ആ ബന്ധം മുഖാന്തരം, അതായത് അവളുടെ സ്വന്തം വീട്ടുകാരല്ല, അവളുടെ ഒരു ഷെയർഡ് ഹൗസ് ഹോൾഡിൽ അവൾ വിവാഹമോ അതുപോലത്തെ ബന്ധമോ ആയിട്ട് വന്ന റിലേറ്റീവ്സിനെതിരെ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, കോ ബ്രദർ, കോ സിസ്റ്റർ, ഇതൊക്കെ കല്യാണം കഴിച്ചു വരുന്ന ബന്ധങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മുടെ ഒരു ലൈഫിൽ നിന്നും മാറി വരുന്ന ഒരു ബന്ധമാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്ന ആളുകൾക്കെതിരെയാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഫൈൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രമല്ല. ഈ ആക്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ യു ആർ അവെയർ ഓഫ് ഇറ്റ് അല്ലെ. സെന്റ് ജോസഫ്സ് ഗേൾസിലൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്ന പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം റെസിഡൻസ് ഓർഡർ എന്നുള്ള കഴിവുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം, കല്യാണം കഴിച്ച ആരും എന്താ പറയാ വളരെ സുഖത്തോടെയൊന്നും അല്ല ജീവിക്കുന്നത്. പലരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇവര് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. പെൺകുട്ടികളെ, ഭാര്യമാരെയൊക്കെ തല്ലി പുറത്തിറക്കുന്ന സിറ്റുവേഷൻസ് എത്രയോ ഉണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ
റെസിഡൻസ് ഓർഡർ, അതായത് ഇപ്പം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് ഒരു പക്ഷേ ഭർത്താവിന്റെ പേരിലായിരിക്കണം എന്നില്ല അല്ലെ, അയാളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെയോ. പക്ഷെ ഒരു മാട്രിമോണിയൽ റിലേഷനിൽ വന്ന പെൺകുട്ടിക്ക് ആ വീട്ടിൽ തുടർന്ന് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. അതിന്റെ വേറൊരു ഇതെന്താന്ന് വെച്ചാല്, ഈ ആക്ട് പ്രകാരം പറയുന്നത് ഈ മാട്രിമോണിയൽ റിലേഷനിൽ വന്ന പെൺകുട്ടിക്ക് മാത്രമേ അവിടെ താമസിക്കാനുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ആരാണോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, സപ്പോസ് ഫാദർ ഇൻ ലോന്റെ പേരിലായിരിക്കും ആ വീട്, പക്ഷെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ഹസ്ബൻഡും എല്ലാവരും കൂടി കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അവിടുന്ന് പുറത്തിറങ്ങി ഈ പെൺകുട്ടിക്ക് മാത്രം അവിടെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് വരെ ആക്ട് പറയുന്നുണ്ട്. എക്സ്ട്രീം ലെവലാണ് ശരിക്കും പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞത് വിമൻ എംപവർമെന്റിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ആക്ട്. കാരണം കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിക്കാണ് ഒരു വീട്ടിൽ ഏറ്റവും വലിയ റൈറ്റ് കൊടുക്കാൻ നിയമം പറയുന്നത്. പക്ഷെ though it is not being seen anywhere, the act says so and such orders have been passed by our courts. ഞാൻ കൊടുത്തൊരു കേസിൽ അങ്ങനെ ഓർഡർ വന്നിട്ടുണ്ട്. അതായത് അവരെല്ലാവരും പുറത്തു പോകണം, അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ സിറ്റുവേഷൻ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, ഓർ ദി ഓൾട്ടർനേറ്റീവ് ദേ ഷുഡ് പ്രൊവൈഡ് ഫോർ എ റെന്റഡ് ഹൗസ് ഫോർ ദി ഗേൾ. പെൺകുട്ടി കല്യാണം കഴിച്ചു വന്ന ഈ പെൺകുട്ടിക്ക് റെന്റഡ് ഹൗസ്, അതായത് അവര് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് ആ വാടക കൃത്യമായി കൊടുത്ത് താമസിപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത്. സോ മെനി ഓർഡേഴ്സ്, പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്, അതുപോലെ മെയിൻ്റനൻസ് ഓർഡേഴ്സ് ഉണ്ട്. മെയിൻ്റനൻസ് ഓർഡേഴ്സ് പറയുന്നത് നമുക്ക് പെൺകുട്ടികളിൽ പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ജോലി നേടാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാതെ പഠിത്തം കഴിഞ്ഞ വീട്ടുകാരുടെ ഒരു, ഞാൻ അങ്ങനെ പറയല്ല, പക്ഷെ ഐ എം ഫോഴ്സ് ടു ടെൽ, പെൺകുട്ടി ഒരിക്കലും ഒരു ലയബിലിറ്റി, ഒരു ബേർഡൻ ആയിട്ട് കാണുന്ന എത്രയോ വീട്ടുകാരെ നമുക്കറിയാം അല്ലെ, എനിക്കെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ അത് കാണുന്നുണ്ടാവും. അപ്പൊ വീട്ടിൽ സംസാരം ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ടൊന്ന് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാൽ മതി, അങ്ങനെ പറയുന്ന എത്രയോ വീട്ടുകാരുണ്ട് അല്ലെ. അതല്ല, നിങ്ങൾ ഇനി പേരൻസ് ആകുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറണം. ബിക്കോസ് പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പെൺകുട്ടികളെ ശീലിപ്പിക്കുന്നത്, അടങ്ങി ഒതുങ്ങി ജീവിക്കണം, മുതിർന്നവരോട് തർക്കുത്തരം പറയരുത് അല്ലെ. ചോദിക്കുന്നത് അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു അല്ലെ. തല ഉയർത്തി നിൽക്കാൻ തന്നെ പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ ആരും ഐ എം നെവർ ഫോർ ഫെമിനിസം ഒന്നും അല്ല കേട്ടോ പറയുന്നത്. ഒരു പറയേണ്ട അടുത്ത് പറയണം, എന്നാൽ യു ഷുഡ് ഓൾവേസ് ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്സ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് വേണം. കാരണം കല്യാണം കഴിച്ചു പോയി ഇപ്പൊ പല ആൺകുട്ടികൾ, എനിക്കറിയാം കുറെ പേര് കല്യാണം ആലോചിക്കുകയാണ്. വിദ്യാഭ്യാസം വേണം, പക്ഷെ ജോലി വേണ്ട, വീട്ടിൽ നിൽക്കുന്ന പെണ്ണാവണം. എന്തിനാ വീട്ടിൽ നിൽക്കുന്നത്? അടുക്കള പണി ചെയ്യാനാ വീട്ടിൽ നിർത്തുന്നല്ല, വേറൊന്നിനും അല്ല. അടുക്കള പണിക്കാണ് വീട്ടിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ അടുത്തൊരു, എനിക്കറിയാം ഒരു വീട്ടിലൊരു അവസ്ഥ, അമ്മയ്ക്ക് വയ്യാതെയായി, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചയച്ചു, അപ്പൊ മകനെ കല്യാണം കഴിക്കാൻ പെണ്ണ് തേടി നടക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത്, അടുക്കള ജോലി എടുക്കാനും ആള് വേണം, എന്താ പിന്നെ അവർക്ക് ശമ്പളം കൊടുത്തൊരു വീട്ടുജോലിക്കാരിയെ നിർത്തിയാൽ പോരെ. അതില്ല, അപ്പൊ പെൺകുട്ടികൾ വീട്ടുജോലി ചെയ്യാനായിട്ട് പലരും കൂടെ ആലോചിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ആവരുത്. നിങ്ങളൊക്കെ ആക്ച്വലി പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് അല്ലെ. നമ്മളൊക്കെ പ്രിവിലേജ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കെൻ ഐ സീ സം ഫേസസ് പ്ലീസ്? എനിക്കിവിടെ മുഖം ഇല്ലാതെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ആർക്കെങ്കിലും ഒന്ന് വരാൻ പറ്റുമോ? ക്യാമറ ഒന്ന് ഓൺ ആക്കാവോ കുട്ടികളെ? കുറച്ചുപേരെങ്കിലും ഡാറ്റ പ്രോബ്ലം ഇല്ലാത്തൊരു കുറച്ചുപേരെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ? ചിലർക്ക് ക്ലാസ് നടക്കാൻ തോന്നുന്നല്ലേ? ക്ലാസ് കുറച്ചു പേര് കോളേജിലുണ്ട് മാഡം. ഓക്കെ ഓക്കെ. അപ്പൊ അവരോട് ഇന്ന് ലാസ്റ്റ് അവരെ ഫ്രീ ആക്കിയിരിക്കുക ഈ പ്രോഗ്രാമിന് വേണ്ടിട്ടേ. ശരി ശരി. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഒരു തംസ് അപ്പ് തന്നാ മതി. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കുട്ടികൾ, അവര് തല കുലുക്കുന്നുണ്ട്. Yes, I can see Philin Shweta is a message. Okay, അതൊന്നും കുഴപ്പമില്ല. മെസ്സേജസ് വേണമെന്നില്ല, നോ പ്രോബ്ലം. എന്തായോ എനിക്കിത് ഒരു ബ്ലാങ്ക് വാളിലേക്ക് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഫേസ് ഇടയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞത്. താങ്ക് യു. യെസ്, ഫർസാന, അലീന, ജോസ്, ഐ കൻ സീ ഗൗരിപ്രിയ. താങ്ക് യു. ഐ കൻ സീ യുവർ മെസ്സേജസ്. ഗംഗ, യെസ്. ആദിത്യ ജയകുമാർ, യെസ്, ഐ കൻ സീ യു ഓൾ. സോ ഇത്രേ ഉള്ളൂ. ഞാൻ വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഞാൻ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജ് നിങ്ങളോട് പറയാണ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. റെസിഡൻസ് ഓർഡർ, പ്രൊട്ടക്ഷൻ. ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓർഡർ. നിങ്ങൾക്ക് ഈവൻ വിത്തൗട്ട് അയാളെ അറിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ആണ്. നിങ്ങൾ പറയുകയാണ് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ വേറെ തെളിവില്ല,
വേറെ തെളിവൊന്നും വേണ്ട. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, സംബന്ധമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചാൽ, യു ഹാവ് എവറി റൈറ്റ് ടു സേ. നിങ്ങളുടെ പിന്നെ തെളിവൊന്നും ഇല്ല. യു ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഓർഡർ അണ്ടർ ദി ആക്ട്. പിന്നെ ആർക്കും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്തേ ചെയ്താൽ അവരകത്ത് ജയിലിൽ വിടുകയല്ല, അറസ്റ്റാണ്, ഓൺ ദ സ്പോട്ട് അറസ്റ്റാണ്, വേറെ ഒന്നുമില്ല. അതുപോലെ ഞാൻ പറഞ്ഞു എക്കണോമിക്കലി മോണിറ്ററി കോമ്പൻസേഷൻ. നിങ്ങളുടെ ലോസ്, നിങ്ങൾക്ക് എന്തുമാത്രം ലോസ് ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാർ തന്നിരിക്കുന്ന പൈസ, ഫുഡ്, പൈസ, ഗോൾഡ്, ഇതെല്ലാം അവര് എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ ഒന്നുമില്ലാതെ, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അതും എത്രയോ പേര് എനിക്കറിയാം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തോണ്ട് പോകും. അതായത് പെൺകുട്ടികളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, സ്കൂൾസ് SSLC ബുക്കൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തോണ്ട് പോകും ആണുങ്ങൾ, ഭർത്താക്കന്മാരുടെ വീട്ടുകാര്. എന്നിട്ട് അത് കൊടുക്കില്ല. എന്തിനാ കൊടുക്കാതിരിക്കുന്നത് അറിയോ? സോ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഐ വിൽ അപ്ലൈ ഫോർ എ ജോബ്, അല്ലേ? സോ ഐ ഷുഡ് നോട്ട് അപ്ലൈ ഫോർ എ ജോബ് എന്നാണ് അവരുടെ ചിന്ത. സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക, SSLC, ഡിഗ്രി, ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളുടെ ഇതൊക്കെ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇറ്റ് ഇസ് ഹൈ റിസ്ക് ആണ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നത്. ഐ വുഡ് സേ ഭയങ്കര റിസ്ക് ആണ്. കാരണം പിന്നെ കിട്ടില്ല. പിന്നെ ഒരു കേസൊക്കെ കൊടുത്ത് കിട്ടണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ പിന്നെ അവർ പറയും ഞങ്ങളുടെ കയ്യിലില്ല, അല്ലേ? അവർ പറയും എന്താ എന്റെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലില്ല. തെളിവെന്താ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ബുക്ക് അവർ എടുത്തു എന്നുള്ള തെളിവെന്താ? സോ യു ഓൾ നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സോ അപ്പൊ ഈ ആക്ട് പ്രകാരം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം 2005 എനാക്റ്റഡ് ആക്ട്, യു ക്യാൻ ഗെറ്റ് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. Residence order, as I said, you have the right to live with dignity in a decent atmosphere. നല്ലൊരു വീട്ടിൽ ഒന്നെങ്കിൽ അവരെ എല്ലാം പുറത്തിറക്കി നമുക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട്. മാട്രിമോണിയൽ ഹോം, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് നമുക്ക് നമ്മൾ ഇത്രയും കാലം ജനിച്ചു വളർന്ന വീടിനേക്കാളും അവകാശമുള്ള വീടാണ് മാട്രിമോണിയൽ ഹോം. സോ റെസിഡൻസ് ഓർഡർ, പിന്നെ മെയിൻ്റനൻസ് ഓർഡർ, അതായത് എനിക്ക് മാസം ജീവിത ചെലവിന് എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. എനിക്ക് പ്രായമായ മദർ ഇൻ ലോ കിടപ്പിലാണ്, ഫാദർ ഇൻ ലോ കിടപ്പിലാണ്, അവരുടെ അമ്മയും ഉണ്ടാവും, 3-4 വയസ്സന്മാരെ നോക്കലാണ് എന്റെ ഡ്യൂട്ടി. അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ മാർഗമില്ല. അപ്പൊ എനിക്കൊരു വരുമാനം ഇല്ല, എനിക്ക് 5 പൈസ തരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഭർത്താവിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഭർത്താവല്ല, മറ്റേ പാർട്ട്ണർ നിങ്ങൾക്ക് അയാളുടെ ഇതനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഹി ഈസ് ബൗണ്ട് ടു ഗിവ് യു മന്ത്ലി മെയിൻ്റനൻസ്. പിന്നെ ലംസം, മോണിറ്ററി കോമ്പൻസേഷൻ. എനിക്ക് വീട്ടിൽ നിന്ന് തന്ന 100 പവൻ സ്വർണം പോയി, എനിക്ക് 10 ലക്ഷം രൂപ തന്നു എന്റെ വീട്ടിൽ നിന്ന്, എന്റെ ആവശ്യത്തിനൊക്കെ പോയി, എനിക്കിപ്പോ ഒരു വലിയ രോഗം വന്നു, ഞാൻ എങ്ങനെ ചികിത്സിക്കും? സോ എ ലേഡി ഈസ് ഓൾവേസ് എൻറ്റൈറ്റിൽഡ് ടു മോണിറ്ററി കോമ്പൻസേഷൻ. അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഇല്ല. സോ ഷീ ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു മോണിറ്ററി കോമ്പൻസേഷൻ. പിന്നെ അതുപോലെ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് പല വീടുകളിലും പല സിറ്റുവേഷൻസും ഞാൻ ഇങ്ങനത്തെ കേസസിൽ കണ്ടൊരു കാര്യമാണ്. അതായത് അമ്മമാർ, പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ പ്രസവിച്ചു കൊടുക്കും. പിന്നെ ആ കുട്ടികളെ ഭർത്താവിന്റെ വീട്ടുകാര് കൈക്കലാക്കിയിട്ട് ഈ സ്ത്രീയെ അവര് ഇറക്കി വിടും വീട്ടിൽ നിന്ന്. അവനവൻ പ്രസവിച്ച കുട്ടികളെ അവനവൻ വളർത്തി കുറച്ച് വലുതാക്കിയ കുട്ടികളെ കാണാനുള്ള അവകാശം ഈ അമ്മമാർക്കില്ല. So in such cases, a woman can always approach the court, the concerned magistrate or the protection officer വഴി പരാതി കൊടുക്കാം. എന്റെ ഇത്ര വയസ്സായ കുഞ്ഞുങ്ങളെ എനിക്ക് കാണിക്കുന്നില്ല, എനിക്ക് വിട്ടുതരണം എന്നും പറഞ്ഞിട്ട്. So these are all the acts available for a woman under the Protection of Divorce Act, Protection of Domestic Violence Act. Then പിന്നെ നമുക്കുണ്ട് ഫാമിലി കോഡ്സ് ഉണ്ട്. വിമന് വേറെ ഫാമിലി കോഡ്സും കാര്യങ്ങളും ഉണ്ട്. അതായത് മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സിനുള്ള കുടുംബ കോടതികളുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന കോടതി കയറി എല്ലാവരും ബന്ധം വേർപെട്ട് ഡിവോഴ്സിനാണോ പോകുന്നത്? അല്ല. എന്നെ എന്റെ വീട്ടുകാർ മാന്യമായി കല്യാണം കഴിപ്പിച്ചയച്ചു. എന്നെ വീട്ടിൽ കൊണ്ടാക്കി വിട്ടിട്ട് പിന്നെ എന്നെ തിരിച്ചു വിളിക്കുന്നുമില്ല, എന്നെ ഫോണിൽ വിളിക്കുന്നില്ല. ഞാൻ വരാൻ ശ്രമിക്കുമ്പോൾ ഗേറ്റ് പൂട്ടി അവര് എങ്ങോട്ടോ മാറി. അതായത് പെൺകുട്ടി ഇപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നും വിഷമാണ്. കല്യാണം കഴിപ്പിച്ചയച്ച പെൺകുട്ടിയാണ്, അതിപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കുന്നു. എന്താ കാരണം എന്നറിയില്ല. സോ ദ വുമൺ, അല്ലെങ്കിൽ വുമൺ അല്ല, അതിപ്പോ ആണിന്റെ ഭാഗത്തുനിന്ന്, ഞാനിപ്പോ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പറയുന്നതാണ്. എല്ലാ മനുഷ്യന്മാർക്കും ബന്ധം വേർപ്പെടുത്താൻ മാത്രമല്ല കുടുംബ കോടതികൾ. Family courts have been established with a view of protection to people whenever there is a matrimonial dispute.
There is always a right of restitution of conjugal rights. അതായത് ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടുവാനുള്ള അവകാശം. എന്നെ അകാരണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. എനിക്ക് ഒരു വിത്തൗട്ട് എനി റീസൺ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നില്ല. എന്റെ ഫോൺ ബ്ലോക്ക്ഡ് ആണ്. ഇപ്പൊ എല്ലാവരും വാട്സാപ്പ് പറഞ്ഞു, എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു. ഇതാണ് ഇപ്പൊ എല്ലാവരും വന്ന് പറയുന്നത്. അപ്പം എല്ലാം ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്റെ ഞാൻ പോകാൻ നോക്കുമ്പം അല്ലെങ്കിൽ എന്നോട് വാതിലടച്ച് കയറണ്ടെന്ന് പറയുന്നു. പൊയ്ക്കോ, എങ്ങോട്ട് തിരിച്ചു പൊയ്ക്കോ, ഇങ്ങോട്ട് കയറണ്ട. അപ്പൊ ഇൻ സച്ച് കേസസ് വാട്ട് ഇസ് ദ റെമഡിയബിൾ? അപ്പൊ ഉടനെ ബന്ധം ഏർപ്പെടുത്താണോ വേണ്ടത്? അല്ല. ഐ എം സീക്കിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമം എന്നെ സംരക്ഷിക്കണം, കോടതികൾ എന്നെ സംരക്ഷിക്കണം. എനിക്ക് എന്റെ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ചു കിട്ടണം. എനിക്ക് എന്റെ ഭർത്താവ് ഒത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് കാണുവാനില്ല, ഭർത്താവ് എന്റെ ലൈഫിൽ നിന്ന് ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയി. സിമിലർ കേസ്, അത് ആണുങ്ങൾക്ക് ബാധകമാണ്. ഭാര്യ അങ്ങ് ചുമ്മാ ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയി, എനിക്ക് എന്റെ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ചു കിട്ടണം. ദാറ്റ്സ് എ റൈറ്റ് അവൈലബിൾ ടു ഓൾ ഫാമിലി കോഡ്സ് പ്രകാരം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം, ഇഫ് ഒന്നും രക്ഷയില്ല, ഇഫ് നത്തിങ് ക്യാൻ ബി ഡൺ, ഭർത്താവിന്റെ മദ്യപാനം, അല്ലെങ്കിൽ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി കുറഞ്ഞു എന്ന പേരിലുള്ള പീഡനം, ടോർച്ചർ, അതുകൂടാതെ he's a habitual drunkard, he's into drugs, drinking, പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ്, ഒരു ഭാര്യ ജീവിച്ചിരിക്കെ അന്യ സ്ത്രീകളുമായിട്ട് ഭർത്താവിന് ബന്ധം പുലർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ജീവിച്ചു വന്ന ഒരു മതവിശ്വാസത്തിൽ നിന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മതം മാറുക. അതായത് ഭാര്യയും ഭർത്താവും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിശ്വാസത്തോടു കൂടി ജീവിച്ചു വന്നിട്ട് ഓൾ ഓഫ് എ സഡൻ ഹസ്ബൻഡ്, ഞാനിപ്പോ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണ്, ഓൾ ഓഫ് എ സഡൻ ഹസ്ബൻഡ് relinquishes that religion and he takes another religion. ഇത്തരം കേസുകളിൽ ഏതൊരാൾക്കും, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ, ഭാര്യയ്ക്ക് she can approach the family courts in the concerned districts. അത് എവിടെയാണോ വിവാഹം നടന്നത്, അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവുമായി അവസാനം അവർ എവിടെയാണോ താമസിച്ചു വന്നത് ആ ജില്ലയിലെ കുടുംബ കോടതിയിൽ അവർക്ക് ഡൈവോഴ്സിന് കൊടുക്കാം, ബന്ധം വേർപെടുത്താൻ. കാരണം ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ എത്ര അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അതും അന്യ സ്ത്രീകളുമായി എന്റെ കൺമുന്നിൽ വെച്ച് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഞാൻ കാണുന്ന അവസ്ഥ, ഒരു പെൺകുട്ടി ഭാര്യ കാണുന്ന അവസ്ഥയാണ് ഒരു ഹസ്ബൻഡ് ഹാസ് കമ്മിറ്റഡ് അഡൾട്ടറി എന്ന് പറയുന്നത്. ഭർത്താവ് എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ ഐ എം എൻറ്റൈറ്റിൽഡ് ടു എ ഡിവോഴ്സ്. എനിക്ക് ഈ ബന്ധം വേണ്ട. പക്ഷെ അതിന് ബന്ധം വേർപെടുത്താൻ ഇറ്റ്സ് ഓൺലി ആപ്ലിക്കബിൾ ത്രൂ ഫാമിലി കോഡ്സ് വഴിയാണ് നമുക്ക് ബന്ധം വേർപെടുത്താം. പക്ഷെ കോടതികൾ എപ്പോഴും എന്ത് ബന്ധം വേർപെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടാലും ഏത് കോടതിയും നമുക്ക് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രമിക്കൂ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഈ ബന്ധം വേർപെടുത്തുക എന്ന് പറഞ്ഞ കുട്ടികളെയൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനിലാക്കാം. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന പലരും ഒരു ബ്രോക്കൺ ഫാമിലി എന്നൊക്കെ വന്നവരുണ്ടാവും. ഇതൊക്കെ വളരെ കോമൺ ആണ്. ഞാൻ എപ്പോഴും എന്റെ ക്ലയൻസിനോട് പറയും, കോടതിയെ കയറാൻ ഭയമുള്ളവരോട് ഞാൻ പറയും, നിയമപരമായി വിവാഹം ചെയ്തവരാണോ ബന്ധം വേർപെടുത്താൻ കുടുംബ കോടതികൾ വന്നേ നോക്കൂ. അത് ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ഏറ്റവും താഴെക്കടയിലുള്ള സാധാരണ പിയൂൺ ആയാലും ഒരേപോലെ തന്നെയാണ്. ഇറ്റ് ഇസ് ലോ ഇസ് ഈക്വൽ ഫോർ ഓൾ. അതില് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. ഇത് ഒരു വട്ടം കയറുന്ന ഒരു ബുദ്ധിമുട്ടേ കാണുള്ളൂ, പിന്നെ അത് ശീലമാവും. സോ ബന്ധം വേർപെടുത്താനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് 18 വയസ്സ് വരെയും, പെൺകുട്ടികൾ ബിഫോർ ടിൽ ദി ഗേൾ ചൈൽഡ് ഇസ് മാരീഡ് ഓഫ്, അതുവരെയും ഒരു അച്ഛനിൽ നിന്നും ചിലവ് ലഭിക്കാൻ, മന്ത്ലി മെയിൻ്റനൻസ് ലഭിക്കാൻ അവകാശമുണ്ട്. ഭാര്യ ബന്ധം വേർപെടുത്തിയാലും ഷീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മെയിൻ്റനൻസ് ഫ്രം ഹർ എക്സ് ഹസ്ബൻഡ് ടിൽ ഷീ മാരീസ് അഗെയിൻ. ഒരു സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞാൽ, ഇപ്പം വിവാഹം എന്ന് പറഞ്ഞ ആരെയും ഭയപ്പെടുത്തല്ല, വിവാഹ ജീവിതവും നല്ല മനോഹരമായ ജീവിതമാണ്. അത് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന് അവർ പല സ്വപ്നങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലയളവാണ്.
പക്ഷെ അതിലും നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. There should not be any total surrender. എപ്പോഴും ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ ഒരു ഫീലിംഗ് ആണ് പെൺകുട്ടികളെ സംബന്ധിച്ച്. ഞാൻ ടോട്ടൽ സറണ്ടർ ചെയ്താൽ എൻ്റെ ജീവിതം പൂർണ്ണമാവും. ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ വീട്ടുകാർ തന്ന സ്വർണവും പൈസയൊക്കെ ഒരുത്തൻ അങ്ങ് അടിച്ചു മാറ്റിയിട്ട് അവൻ നിങ്ങളെ അടിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അവൻ വേറെ സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സോ തിങ്ക് diligently, be vigilant and think wise എന്ന് ഞാൻ പറയുന്നു. That is one. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ്. അതായത് അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ വളരെ നമ്മളിപ്പോ കുടുംബ കോടതികളിൽ കാണും, കുട്ടികളുടെ പേരിൽ ബാർഗെയിനിങ് ആണ്. സ്വർണത്തിന്റെയും പൈസയുടെ ഒക്കെ പേരിലേ കുട്ടിയെ എനിക്ക് തന്നാൽ നിനക്ക് ഞാൻ 10 പവൻ തരാം, തിരിച്ചു തരാം, നീ തന്നില്ലെങ്കിൽ ഞാൻ ആ പൈസ ആ സ്വർണം തരില്ല. സോ കുട്ടികളെ വെച്ച് ബാർഗെയിനിങ് ആണ് അല്ലേ? അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ, അതായത് ഗാർഡിയൻ വാർഡ്സ് കുട്ടികളുടെ സംബന്ധിച്ചിട്ട് ഇപ്പം ചില സിറ്റുവേഷൻസിൽ കുട്ടികള് അമ്മയുടെ കൂടെയായിരിക്കും, ആ കുട്ടി അമ്മയും കുഞ്ഞുങ്ങളെയും ആയിരിക്കും അവിടെ അടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇപ്പൊ ചിലപ്പോൾ അച്ഛനെ നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവും, അച്ഛനെ എപ്പോഴും കുട്ടികളെ കാണാൻ ആഗ്രഹം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ തന്നെ തിരിച്ചാക്കാം നമുക്ക്. കുഞ്ഞുങ്ങള് അച്ഛന്റെ വീട്ടിലായിരിക്കും, ഭാര്യയെ അടിച്ച് പുറത്താക്കി, ഈ സ്ത്രീക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് കയറാൻ വയ്യ, അങ്ങോട്ട് കേറ്റില്ല, ഉപദ്രവമാണ്, എല്ലാമാണ്, ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷെ ഈ താൻ പ്രസവിച്ച കുഞ്ഞുങ്ങളെ കാണാൻ പോലും ഒരു അമ്മയ്ക്ക് അവകാശമില്ലാത്ത അവസ്ഥയിലാണ് ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഹസ്ബൻഡും ഒക്കെ ഉള്ളത്. സോ വാട്ട് ഇസ് എ റെമഡി അവൈലബിൾ ടു എ ലേഡി, എ വുമൺ? ഷീ കൻ ഓൾവേസ് അപ്രോച്ച് ദ ഫാമിലി കോർട്ട്. എന്റെ കുട്ടികളെ അണ്ടർ ദ ഗാർഡിയൻ വാർഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയും കുഞ്ഞുങ്ങളുടെ വിട്ടുകിട്ടാനും കുഞ്ഞുങ്ങളെ ഗാർഡിനായിട്ട്, അതായത് പെർമനന്റ് ഗാർഡിനായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഗാർഡിനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ അമ്മയ്ക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് അച്ഛൻ മാത്രമല്ല കുട്ടികളുടെ അവകാശികളാണോ? അമ്മയ്ക്ക് അവകാശമില്ലേ? അപ്പൊ അമ്മയുടെ അവകാശം കിട്ടാനായിട്ട് ഷീ കൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ ദ കസ്റ്റഡി ഓഫ് ദ ചിൽഡ്രൻ. അതുപോലെ കുട്ടികളോട് ചോദിക്കും, കുട്ടികൾക്കൊരു അവസരം ഉണ്ടാവും, അമ്മയുടെ കൂടെ പോകണോ അച്ഛൻ്റെ കൂടെ പോകണോ എന്നൊക്കെ അറിയാനുള്ള അവസരം കുട്ടികൾക്കുണ്ട്. So that is one act available to women. അതുകൂടാതെ we have so many വേറെ ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം പോക്സോ, പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് സെക്സ് അല്ലേ? പോക്സോ ആക്ടിനെ കുറിച്ച്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ, 18 വയസ്സാവാത്ത കുട്ടികളുടെ പ്രൊട്ടക്ഷൻ. നമുക്ക് പണ്ടൊക്കെ അറിയാം, പല കുട്ടികളും പല കുഞ്ഞുങ്ങളും വീടുകളിൽ സൈലന്റ് സഫറേഴ്സ് ആയിരുന്നു അല്ലെ? പല സെക്ഷൽ അബ്യൂസ് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലർക്കും പല എക്സ്പീരിയൻസും ഉണ്ടാവും. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും പലതും നടക്കുന്നുണ്ട്. ഈ സെക്ഷൽ അബ്യൂസ് നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത് ആരോടും പറയണ്ട, നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. നോ, സിറ്റുവേഷൻ ഇസ് ചേഞ്ച്ഡ്. പെൺകുട്ടികൾക്ക് ഈ സെക്ഷൽ, ആൺകുട്ടികളും ഉണ്ട്, പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിൽ 18 വയസ്സിന് മുമ്പ് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായാൽ, whoever has done that to you, you can very well complain to a police and that person will be sent to the jail. അതിൽ വേറെ ഒന്നുമില്ല, ഇമ്മീഡിയറ്റ് അറസ്റ്റാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ബോഡി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ഉണ്ട് നമുക്ക് ഓരോ ജില്ലകളിലും. So a lot of laws are available for women for protection of their life and property. സ്ത്രീകളുടെ സ്വത്തിനും സ്ത്രീകളുടെ ശരീരത്തിനും സ്ത്രീകളുടെ നിലനിൽപ്പിന് വരെ a lot of protection is available. Make use of it, think wisely, act diligently and be aware of all the laws available to women, guaranteed by the Constitution of India, guaranteed by the Government of India. Miss, എത്ര സമയമാണ് മാം നമ്മുടെ ക്ലാസ്?
വിനിത മാം. മിസ് മാഡം 3 o'clock വരെ എടുക്കാം മാഡം. ഞാൻ കുട്ടികളെ ഈ ഓക്കെ, കോവിഡ് കാരണം നേരത്തെ വിടുന്നുണ്ട്, 3 മണിയാകുമ്പോൾ മനസ്സിലായി വിടുവല്ലോ. മനസ്സിലായി, നോ പ്രോബ്ലം. ഇനി ആ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു എനിക്കൊരു ഔട്ട്ലൈൻ കഴിഞ്ഞു, എനിക്ക് 350 കഴിഞ്ഞല്ലോ അല്ലെ? അതെ അതെ 250 ആയി, 250 ആയി. യെസ്, 250 ആയല്ലോ, 3 ആവാൻ പോകുന്നു. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിത്തിങ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം ബാക്കി. എനിത്തിങ് ടു ബി ആസ്ക്ഡ്, ഫീൽ ഫ്രീ. മാഡം ഇവിടെ ഞങ്ങളുടെ ഒരു ടീച്ചറിന് തന്നെ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. യെസ് യെസ്, ചോദിക്കൂ, എന്നാൽ നമുക്കൊരു ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ് മിസ്. ഹലോ. ഹലോ മാം. ഹലോ, ഞാൻ ചിത്രയാണ്. ഹലോ മാം, പറയൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കുട്ടികൾ മിക്കവാറും ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അല്ലെ പ്രൈവറ്റ് ബസ് ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്നവരാണ്. ഈ ബസ്സിൽ വെച്ച് കുട്ടികൾക്ക് പലപ്പോഴും സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ അബ്യൂസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും പ്രതികരിക്കാൻ ചിലപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് പറ്റില്ല, സാധിച്ചില്ല. അവരത് നിശബ്ദം സഹിക്കേ നിവർത്തിയുള്ളൂ, വേറെ ചോയ്സ് അവർക്ക് വരുന്നില്ല. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് എങ്ങനെ അത്തരം കേസുകളിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരാളുടെ അഡ്രസ്സ് കിട്ടലോ നടക്കുന്ന കാര്യമല്ല അല്ലെ? ഒന്നുകിൽ ആ സമയത്ത് വണ്ടി ഡ്രൈവറോടും കണ്ടക്ടറോടും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് വൺ ഓപ്ഷൻ. കാരണം ഈ പെൺകുട്ടി പറയുന്ന ആൾ ഒഫൻഡർ അപ്പൊ തന്നെ ഇറങ്ങി പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അയാളുടെ വെയർ അബൌട്ട്സ് നമുക്ക് കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഇപ്പൊ മൈനർ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മൈനർ ആയിട്ടുള്ള കുട്ടികളാണ്, 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് ഈ പോക്സോ ആക്ടിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽസ്, അയാളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാം. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻ, ഞാൻ ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ഞാൻ എപ്പോഴും പറയും തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ആർജവം കാണിക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ബാക്കി സുഹൃത്തുക്കൾ, നമ്മൾ ആ ബസ്സിലുള്ള ബാക്കി ആളുകൾ അറിയുമ്പോൾ അവരത് റിയാക്ട് ചെയ്യുകയും ആരാണോ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് അയാളുടെ ഒരു ഐഡന്റിറ്റി റിവീൽ ആവുകയും ചെയ്യും. ഒന്നുകിൽ അയാളുടെ എന്തെങ്കിലും ഐഡന്റിറ്റി കാർഡോ എന്തെങ്കിലുമൊക്കെ, ഒന്നും നാട്ടുകാർ പിടിച്ചു വെച്ചിട്ടാണല്ലോ, അപ്പൊ ഒരു ഐഡന്റിറ്റി കാർഡോ എന്തെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടുവാണെങ്കിൽ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാൻ ഒരാള് വേണം. സംബഡി ഹാസ് ടു ബി ദേർ. അല്ലാതെ നമുക്കൊരു ഇന്ന ബസ്സിൽ ഇന്ന് ഇത് ക്യാമറയൊന്നും ഇല്ലല്ലോ, ബസ്സിലൊന്നും ക്യാമറയൊന്നും ഇല്ല. ഇത് നമ്മള് ആ സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ നിവർത്തിയുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. കുട്ടികൾക്ക് ആർക്കെങ്കിലും മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം. യെസ് മാം, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ ശ്രുതി, ചോദിച്ചോളൂ. മാം, പിന്നെ നമ്മുടെ കഴിഞ്ഞ ന്യൂസിൽ കണ്ടതാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ഒരു കേസ് വന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പം അതിനകത്ത് കേസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല എന്നൊരു, അങ്ങനെയാണ് ആ ന്യൂസ് കാണിച്ചത്. അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് കാണില്ലേ? അപ്പം ഇപ്പം പിടിച്ചു. അപ്പം അവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് വസ്ത്രം ധരിച്ചത് കൊണ്ട് കേസ് എടുക്കാൻ സാധിക്കില്ല, വസ്ത്രം ഇല്ലായിരുന്നെങ്കിൽ ഡ്രസ് എടുക്കാമായിരുന്നു എന്നാണ് അത് റോങ് ഇൻഫർമേഷൻ, അത് റോങ് ആയിട്ട് വായിച്ചതായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഇല്ല. കഴിഞ്ഞ ദിവസം ന്യൂസിൽ പോക്സോ എടുക്കാൻ പറ്റില്ല എന്നത് കണ്ടിരുന്നു. അതൊരു പക്ഷേ സെക്ഷൽ അബ്യൂസിന്റെ കീഴിൽ വരാത്തത് കൊണ്ടായിരിക്കും. ചുമ്മാ കൈ കയറി പിടിച്ചാലേ ദാറ്റ് നീഡ് നോട്ട് ബി എ സെക്ഷൽ അബ്യൂസ്. മാം, ഡ്രസ്സിലാണ് കയറി പിടിച്ചത്. ഞാൻ കറക്റ്റായിട്ട് ആ ന്യൂസ് കണ്ടതാണ്, അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് ഞാൻ അങ്ങനെ വിചാരിക്കാൻ ചെയ്തുവാ എന്താ അങ്ങനെ എടുക്കാൻ പറ്റാത്തത് എന്നൊരു ചോദിച്ചു. അതാണ്. മറ്റേ സ്കിൻ ടു സ്കിൻ. യെസ്, സ്കിൻ ടു സ്കിൻ, ആ ഒരു വിഷയം. യെസ്, അത് ബോംബെ ഹൈക്കോർട്ടില് ഒരു വിധി വന്നതാണ്, ഒരു ലേഡി ജഡ്ജ്. ആൻഡ് അവർക്കെതിരെ സുപ്രീം കോർട്ട് അത് ഓർഡർ സ്റ്റേ ചെയ്തു. ആൻഡ് സുപ്രീം കോർട്ട് അവർക്കെതിരെ ആക്ഷനും എടുത്തു. അതായത് ഒരു ലേഡി ജഡ്ജിന് സ്കിൻ ടു സ്കിൻ, യെസ് ഐ റിമെമ്പർ, ആ കേസ് വസ്ത്രത്തിന്റെ മേൽ കൂടെ, അത് വലിയൊരു ടോപ്പിക് ആൻഡ് ഡിസ്കഷൻ ആയിരുന്നു. അതായത് ഒരു ആള് ഒരു മൈനർ കുട്ടിയുടെ ബ്രസ്റ്റിൽ പിടിച്ചു, അല്ലേ? ശ്രുതി കേൾക്കുന്നുണ്ടോ? ഹലോ. യെസ്, അത് ബ്രസ്റ്റിന് കയറി പിടിച്ചപ്പം ദാറ്റ് ലേഡി ജഡ്ജ് എന്തോ ഹൈക്കോടതി അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, അവരങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ മുൻകാല വിധികളും എല്ലാം പിന്നെ അത് പരിശോധനയ്ക്ക് വന്നിരുന്നു. അവരെല്ലാത്തിലും വിക്ടിംസിനെ കുറ്റക്കാരായി കാണുകയായിരുന്നു. അതായത് സ്കിൻ ടു സ്കിൻ ആണെങ്കിലേ ഒഫൻസ് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു വിധി പ്രസ്താവിച്ചു.
അതായത് വസ്ത്രത്തിന്റെ മേൽ കൂടെ തൊട്ടാൽ ഒഫൻസ് അല്ല, വസ്ത്രം ഇല്ലാതെ ആയാലും ഒഫൻസ് എന്നുള്ള ഒരു രീതിയിൽ അവർ പറഞ്ഞു. അതിനെ സുപ്രീം കോടതി ടേക്കപ്പ് ചെയ്തു. ആ ഓർഡർ അപ്പൊ തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അത് ഇറ്റ് വിൽ നോട്ട് കം ഇൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ആ ലേഡി ജഡ്ജിനെ അവര് സസ്പെൻഷൻ കൊടുത്താണ് ഞാൻ മനസ്സിലാക്കി. സസ്പെൻഡ് ചെയ്തു കേട്ടോ. അതൊരു റോങ് ജഡ്ജ്മെന്റ് ആയിരുന്നു. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് കം. അത് നല്ല ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഫോർ എല്ലാവരുടെ ഇടയിൽ അത് ഡിസ്കഷൻ ആയിരുന്നു. കാരണം ഒരു പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ചാൽ ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രസ് ഇറ്റ് ഇസ് എൻ ഒഫൻസ്. ഓക്കെ. മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാഡത്തിനോട് ചോദിക്കുക. മാം, നമ്മളിപ്പം സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരാൾ ഉപദ്രവിക്കുന്നതെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിയമമുണ്ടോ? തീർച്ചയായും സെൽഫ് ഡിഫെൻസ്, റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു സെൽഫ് ഡിഫെൻസിന്റെ നമ്മളത് ആ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണം. There was an extreme case of നമുക്കൊരു എന്താ പറയുക ത്രെറ്റ് ടു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇറ്റ് ഇസ് എ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് എന്നുള്ള സാധനം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. ഓക്കെ. അതായത് നമ്മളെ ഒരു സീരിയസ് ത്രെറ്റ് ടു ലൈഫ് നമ്മുടെ ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചു ചെയ്തില്ലെങ്കിൽ എന്റെ ജീവന് തന്നെ അപകടമാണ്, ത്രെറ്റ് ടു ലൈഫ് ആണ് നമ്മൾ തെളിയിക്കണം. ഇറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട്. Only if that can be proved beyond doubt will your right be justified or will your act be justified. Kelkama Sri Lakshmi. Thank you ma'am. That is it. അപ്പൊ സോ ലോട്ട് ഓഫ് ലോസ് നമുക്കറിയാം. ഇപ്പൊ ഞാനിപ്പോ ഡിസ്കസ് ചെയ്ത പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്. പിന്നെ വി ഹാവ് ദ ഫാമിലി കോഡ്സ് ആൻഡ് ഓൾ ഫോറംസ് ട്രൈബ്യൂണൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ വനിതാ കമ്മീഷൻ, ആസ് യു ആൾ നോ വിമൻസ് കമ്മീഷൻ ഉണ്ട്. വിമൻസ് കമ്മീഷൻ പോലെ വനിതാ സെല്ലുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും. ആലപ്പുഴ ജില്ലയിൽ വനിതാ സെല്ലുണ്ട്. വനിതാ കോൺസ്റ്റബിൾസിനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്താണ് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. വനിതാ കമ്മീഷന്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്കൊരു പരാതി നിങ്ങളുടെ വീട്ടിൽ നിന്ന് എഴുതി പോസ്റ്റിലായിട്ട് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ഉപദ്രവം ഉണ്ടാവുന്നത് മാട്രിമോണൽ ഡിസ്പ്യൂട്ട് ആവണമെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞൊക്കെ മാട്രിമോണൽ ഡിസ്പ്യൂട്ട്സും അല്ലെങ്കിൽ വേറെ ഒരു പാർട്ട്ണറിന്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡിയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെതിരെ നിങ്ങളെ വഴി നടക്കാൻ ഒരുത്തൻ നിങ്ങളെ എന്താ പറയുക കമന്റ് അടിച്ച് ഉപദ്രവിക്കുന്നു, അവനെതിരെ പരാതി ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം. അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വനിതാ കമ്മീഷന്റെ അഡ്രസ്സിലേക്ക് ഒരു റിട്ടൺ കംപ്ലൈന്റ് വീട്ടിൽ നിന്ന് എഴുതി പോസ്റ്റ് ചെയ്താൽ ഇപ്പൊ എനിക്കൊരു മെയിൽ അയച്ചാൽ മതി. വനിതാ കമ്മീഷന്റെ സൈറ്റിലേക്ക് ഒരു മെയിൽ അയച്ചാൽ ആക്ഷൻ നിങ്ങൾക്ക് നോട്ടീസ് അയക്കും. നിങ്ങൾക്ക് അവരുടെ കംപ്ലൈന്റ് നിങ്ങൾ ഫയലിലെടുക്കും. നിങ്ങൾ രണ്ടു കൂട്ടരെയും അവരുടെ സിറ്റിങ്ങിന് വിളിക്കും. എന്താണ് പ്രശ്നം എന്നുള്ളത് പറയും. അപ്പൊ വനിതാ കമ്മീഷൻ പോലെ വനിതാ സെല്ലുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വനിതാ സെല്ലുണ്ട്. ഇവിടെ വനിതാ പോലീസുകൾ മാത്രമുള്ള വനിതാ സെല്ലാണ്. ആ വനിതാ സെല്ലിൽ നിങ്ങൾക്ക് പരാതി ലോഡ്ജ് ചെയ്യാം. ആണുങ്ങൾ നിങ്ങൾക്ക് ചില പല കേസസ് നമുക്ക് തുറന്നു പറയാൻ വനിതകളോട് പറയാൻ പറ്റുമല്ലോ, ലേഡി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സിനോട്. അപ്പോൾ വനിതാ സെല്ലിൽ പരാതിപ്പെടാം. So these are all options available to women across the country. Make use of it. ഇതൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുന്നു. ആർക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വളരെ വിവേകപൂർവ്വം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗൈൻ ഞാൻ അഡ്വക്കേറ്റ് അപർണ, ആലപ്പുഴയാണ്. Thanks to St. Joseph's College for giving me an opportunity to be part of this webinar and എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സെയിന്റ് ജോസഫ് കോളേജ് ഫോർ വിമനിലെ വിമൻ സ്റ്റഡി യൂണിറ്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിമൻ ആൻഡ് ലീഗൽ സെക്യൂരിറ്റി എന്ന വെബിനാറിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയും എങ്ങനെയെല്ലാം നിയമത്തിന്റെ പിൻബലത്തോടെ അതിനെ പരിഹരിക്കാമെന്നും അപർണ മാം വളരെ സിമ്പിൾ ആയ രീതിയിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ഓരോ സ്റ്റുഡൻസിന്റെ സംശയങ്ങളും വ്യക്തമായി മാം വിശദീകരിച്ചു തരികയും ചെയ്തു. ഈ ഒരു സെഷൻ ഇത്രയേറെ ഭംഗിയായി കൈകാര്യം ചെയ്ത അപർണ മാമിന് എന്റെ വ്യക്തിപരമായ പേരിലും സെയിന്റ് ജോസഫ് കോളേജ് ഫോർ വിമനിലെ വിമൻ സ്റ്റഡി യൂണിറ്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിന്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. Thank you so much. Thank you, ma'am. Thank you.
നമ്മുടെ കോളേജിലെ ഏതൊരു പ്രവർത്തനത്തിനും നേതൃത്വം നൽകുകയും പൂർണ്ണ പിന്തുണയും നൽകുന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീത ലത ഡിക്കോത്തോ മാമിനും ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി നന്ദി അർപ്പിക്കുന്നു. അടുത്തത് വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ജ്യോതി മിസ്സിനും ഗീതു മിസ്സിനും ഏറ്റവും നന്ദി അർപ്പിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിന്റെ HOD ആയ ദിന്ദ മിസ്സിന് ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ വേദിയിൽ ഇത്രയും അറ്റൻഡീവായി ഈ ഒരു സെഷൻ കേട്ട ഓരോ വിദ്യാർത്ഥികൾക്കും എന്റെ വ്യക്തിപരമായ പേരിലും വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്.